ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്നും കാറി ഇരുന്നാലേ തുടങ്ങുന്നേ. ഹായ്, ഇതെന്താ കയ്യിലെന്ത്? എന്തുവാ ഇത്? മഞ്ചല്ല, മൈലാഞ്ചി. അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ നമുക്കിന്നൊരു ഇഞ്ചക്ഷൻ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയായി, ഒരു 12 മണിയാകുമ്പോൾ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 12 മണി കഴിഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പം ആക്കിക്ക് നല്ല ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് എണീറ്റിപ്പം നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീടിൽ നിന്നൊരു 1 കിലോമീറ്ററേ ഉള്ളൂ. മറ്റേ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, അപ്പോൾ അവിടെ എടുക്കാമെന്നാണ് ഓർത്തത്. അപ്പം നമ്മുടെ സ്ഥലം തണ്ണീർമുക്കാണ്. അപ്പം ഹെൽത്ത് സെൻറ്റർ ഇരിക്കുന്ന സ്ഥലവും നല്ല അടിപൊളി, കായലത്തിൻ്റെ തീരത്ത്. തണ്ണീർമുക്ക് ബണ്ടെന്ന് കുറച്ചെങ്കിലും പേർക്ക് അറിയായിരിക്കും. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഹെൽത്ത് സെൻറ്റർ. നല്ല ഭംഗിയാണ്, കായലിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല വെയിലാണ്. അപ്പോൾ നേരെ കയറി ചെല്ലട്ടെ. ഇനിയിപ്പം എവിടെയാണ് OP ടൈം കഴിഞ്ഞോന്നും അറിയില്ല, നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് കയറാം. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാറ് വെളിയിൽ പാർക്ക് ചെയ്യാൻ ഓർത്തു. പാർക്ക് ചെയ്തിട്ട് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ എടുക്കാൻ കാര്യം, നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ ലേക്ക് ഷോറാണ്. നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 ദിവസം അടുപ്പിച്ചെടുക്കേണ്ടതല്ലേ, ഡെയിലി വരണ്ടല്ലോ, ഞാൻ എഴുതിത്തരാം. നിങ്ങൾ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ എടുത്താൽ മതി. അപ്പം മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി, അവരെടുത്ത് തരും. അപ്പോൾ നമ്മളത് തിരക്കിയായിരുന്നു. ഇവിടുത്തെ സിസ്റ്റർ നമ്മൾ വിളിക്കും. പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് നമ്മൾ അടുത്തുള്ള സിസ്റ്ററും ആശാ വർക്കർ, പിന്നെ നമ്മുടെ അംഗനവാടി, ഇവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിസ്റ്ററോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നാൽ മതി. അങ്ങനെ വന്നതാണ് നമ്മൾ. അപ്പോൾ അധികം തിരക്കില്ലായിരുന്നു, എന്നാലും കുറച്ച് ആളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മുടെ ആശാ വർക്കർ തന്നെയാണ് നമ്മുടെ മെമ്പറും. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു, നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്, കയറി കണ്ടോ, പ്രഗ്നൻ്റ് ആയവരൊന്നും വെയിറ്റ് ചെയ്തിരിക്കണ്ട. അങ്ങനെ മടിയായിരുന്നു എനിക്ക് കയറാൻ, ഇത്ര ആൾ നിൽക്കുമ്പോൾ. പിന്നെ ഒരു ചേട്ടനൊന്ന് ബാക്കായി തന്നു. അങ്ങനെ കയറി ഡോക്ടറെ ഒന്ന് കാണിക്കണമായിരുന്നു. ആ സ്ലിപ്പ് ഒന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ എഴുതി തന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്നിരിക്കും ഇപ്പം. അപ്പോഴേക്കും ഒരാൾ ബഹളം തുടങ്ങി. എൻ്റെ കൂടെ വന്ന് ബെഡിലിരിക്കണം. പിന്നെ എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, വന്ന് കാർട്ടൂണോ വല്ലതും വെച്ച് കൊടുക്ക്, അവിടെ ഇരുന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുത്തിയിരിക്കുക. അത് നോക്കി ഇരുന്നോളും. പിന്നെ എന്നെ കാണാതാവുമ്പോൾ ഒന്ന് കരഞ്ഞ് വരുമെന്നേ ഉള്ളൂ. അവിടെ ഒരുപാട് മെഡിസിനും കാര്യമൊക്കെ ഇരിപ്പുണ്ട്. വന്ന് എല്ലാം മറിച്ച് താഴെ ഇടും. അത് കാരണം ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരുത്ത് എന്നും പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാനിരിക്കുവാണ്. എനിക്ക് പേടിയായിരുന്നു കുറേ നാൾ കൂടി. പിന്നെ ഇഞ്ചക്ഷൻ TT എടുത്തപ്പോഴും അത്ര പെയിനില്ലായിരുന്നു, എന്നാലും ഒരു ഇഞ്ചക്ഷൻ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പേടി വരും. പിന്നെ വലിയ പെയിനൊന്നും എടുത്തില്ല. വെളിയിലേക്ക് ഇറങ്ങിയപ്പം ഒരാൾക്ക് ദാഹിക്കുന്നു, ചോക്ലേറ്റ് വേണം തുടങ്ങി. പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ തൊട്ട് വാദിക്കാത്തതിൻ്റെ കടയിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു. ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതൊരു മറ്റേ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനായിരുന്നു. 36 വീക്സ് 4 ഡേയ്സേ ആവുള്ളൂ ഇപ്പോൾ എനിക്ക് C-സെക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ. അപ്പം കുഞ്ഞിൻ്റെ ലെങ്സ് മെച്ചുവർ ആവാൻ വേണ്ടിയുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ബെറ്റ എന്താ എൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അപ്പം ഇഞ്ചക്ഷൻ, ആ മെഡിസിൻ്റെ പേര് ബീറ്റാമെത്തസോൺ എന്നാണ്. ഇതൊരു കുഞ്ഞിൻ്റെ ലെങ്സ് മെച്ചുവർ ആവാൻ വേണ്ടി. അപ്പം കുഞ്ഞിന് സ്ട്രെസ്സൊന്നും ഇല്ലാതെയല്ലേ ഇപ്പോൾ C-സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം പെട്ടെന്ന് മെച്ചുവർ ആവാൻ വേണ്ടി. ഇപ്പോൾ അത് 24 hours അപ്പാർട്ടാണ് എടുക്കേണ്ടത്. ഒരെണ്ണം ഇന്നും ഇപ്പോൾ 12 മണിക്ക് എടുത്തു, ഇന്ന് നാളെയും 12 മണിക്ക് എടുക്കണം. മറ്റൊന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. 11-ാം തീയതി അഡ്മിറ്റായിട്ട് 12-നാണ് സർജറി. അപ്പം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ വീടിനടുത്തുള്ള തന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഓർത്ത് നല്ല വേദനയൊക്കെ ആയിരിക്കും. ഒന്ന് ബട്ടക്സിനാണ് എടുത്തത്, കുഴപ്പമില്ല, അറിഞ്ഞില്ല. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കുറച്ചുകൂടെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെയൊന്ന് ചെയ്യണം. ബാക്കി എല്ലാം റെഡിയാണ്. ഇനിയിപ്പം ഒത്തിരി പേര് നേരത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വീക്സ് ആയെന്നും. കുറെ പേര് കഥയ്ക്കുന്നതൊക്കെ എൻ്റെ പ്രഗ്നൻറ്റ് ഫെർട്ടിലിറ്റി സ്റ്റോറി പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ 2ാമത്തെ പ്രഗ്നൻ്റ് ആണ്. ആദ്യത്തെ പ്രഗ്നൻസിയുടെ കാര്യമാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. ഇത് 2ാമത്തെ പ്രഗ്നൻസിയാണ് എൻ്റെ. അപ്പം അധികം ഗ്യാപ്പില്ലായിരുന്നു. ആദ്യത്തെ കഴിഞ്ഞ് ഒരു വർഷം 3 മാസം കൂടി ആയപ്പോഴാണ് 2ാമത്തത് എനിക്ക് കൺസീവ് ആയത്. അപ്പോൾ അതിൻ്റെ ഡെലിവറിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ആൾ ഇതാണ്, നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞ ആൾ ഇതാണ്. അപ്പോൾ വീട്ടിലെത്തി. ഇനി ബാക്കിയുടെ പാക്ക് ചെയ്തിട്ട് പാക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. ബൈ പറപ്പൊന്നും പറ. ബൈ ഒച്ച പറയേ, പറ ബൈ പറ.
ചോക്ലേറ്റിലായിപ്പോയി. ഓക്കെ ബൈ.